ശൃംഖലയിൽപ്പെട്ടവരും സമീപസ്ഥരുമായ ഏതാനും എഴുത്തുകാർ അവരുടെ സർഗസപ്പര്യയുടെ വീഥികളിലേക്ക് ഹ്രസ്വമായ ഒരു സഞ്ചാരം നടത്തുകയാണ്. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഗ്രന്ഥാലയത്തിന്റെ സജീവ പ്രവർത്തകരിൽ ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. എൻ്റെ പേര് EP പവിത്രൻ. അധികമൊന്നും എഴുതിയിട്ടില്ല. ഒരു നോവൽ, കുട്ടികൾക്ക് വേണ്ടി ചില പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരം, പിന്നെ യാത്രയെയും ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു പുസ്തകം. എൻ്റെ 2 പുസ്തകങ്ങൾ കന്നഡ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ DC ബുക്സിൻ്റെയും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില പുസ്തകങ്ങൾ രചനയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. സ്വന്തം രചനയിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇബ്ൻ ബത്തൂത്തയുടെ ലോകയാത്രകൾ എന്ന എൻ്റെ പുസ്തകമാണ്. അന്തരിച്ച പ്രിയ സുഹൃത്തും വിശ്രുത സഞ്ചാരിയുമായിരുന്ന മൊയ്തു കിഴിശ്ശേരിയിലൂടെയാണ് ഞാൻ ഇബ്ൻ ബത്തൂത്തയിൽ എത്തിച്ചേരുന്നത്. കോവിഡ് കാലത്ത് സ്കോട്ടിഷ് പണ്ഡിതനായ HAR ഗിബ്സിന്റെ ട്രാവൽസ് ഓഫ് ഇബ്ൻ ബത്തൂത്ത എന്ന പുസ്തകം വായിക്കാൻ കിട്ടി. ഇത് പലതവണ വായിച്ചു. ബത്തൂത്തയുടെ യാത്രകൾ പൂർണ്ണമായി മലയാളത്തിൽ വന്നിട്ടില്ല എന്ന അന്വേഷണത്തിൽ അറിയാൻ കഴിച്ചപ്പോൾ ആ നിലയ്ക്ക് ഒരു ശ്രമം ആരംഭിച്ചതാണ്. HAR ഗിബ്സിന് പുറമെ ടിം മക്കിൻഡോഷ് സ്മിത്തിന്റെ ട്രാവൽസ് വിത്ത് ടാങ്കറിങ്, ബത്തൂത്തയെക്കുറിച്ച് മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വേലായുധൻ പണിക്കശ്ശേരിയുടെ പുസ്തകങ്ങൾ, പിന്നെ അവയൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്റർനെറ്റിന്റെ വിവിധ സ്രോതസ്സുകളിലൂടെ നിരവധി രാപ്പകലുകൾ യാത്ര ചെയ്യുകയാണ്. 2 വർഷത്തോളം എടുത്താണ് ഈ പുസ്തകത്തിന്റെ രചന പൂർത്തിയാക്കിയത്. ചിന്ത പബ്ലിഷേഴ്സാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1325 തന്റെ 21-ാമത്തെ വയസ്സിൽ ഉത്തരാഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ടാൻജിയർ നഗരത്തിൽ നിന്ന് ഒരു യാത്രാ സംഘത്തോടൊപ്പം ഹജ്ജ് കർമ്മത്തിനിറങ്ങിയതാണ് ഇബ്ൻ ബത്തൂത്ത. സ്വന്തം പിറന്ന മണ്ണിൽ പിന്നീട് അദ്ദേഹം കാലുകുത്തുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് യാത്രയുടെ അടുത്ത ഘട്ടത്തിന്റെ ആരംഭമായിരുന്നു. 1354 ആ യാത്രകൾക്ക് പരിസമാപ്തിയാവുന്നത്.